KSU ക്യാമ്പിലെ തമ്മിലടിയിൽ റിപ്പോർട്ട് നൽകാനും നടപടിയെടുക്കാനും ആഭ്യന്തര അന്വേഷണ കമ്മിറ്റി 3-അംഗ സമിതിക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. ജൂൺ 10 മുൻപ് വിശദ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. തമ്മിലടി, ലഹരി ഉപയോഗ ആരോപണം, പിന്നീട് ഗ്രൂപ്പ് തർക്കം. സംഘടനയുടെയും പാർട്ടിയുടെയും കൈവിട്ടുപോയ ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ ശുദ്ധികലശത്തിനാണ് KSU നീക്കം. നെയ്യാറിലെ ക്യാമ്പിലുണ്ടായതെന്തെന്ന് വിശദ റിപ്പോർട്ട് നൽകാൻ സമിതിയെ ചുമതലപ്പെടുത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനീഷ് ആന്റണി, അർജുൻ കറ്റയാട്ട്, നിതിൻ മണ്ണക്കാട്ടുമണ്ണിൽ എന്നിവരാണ് അംഗങ്ങൾ. പ്രാഥമിക റിപ്പോർട്ട് ജൂൺ 2 മുമ്പും വിശദ റിപ്പോർട്ട് ജൂൺ 10 മുമ്പും നൽകാനാണ് നിർദ്ദേശം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോര് പരസ്യമായ സ്ഥിതിക്ക് ഇതിലും നടപടിയുണ്ടായേക്കും. അടിയുണ്ടാക്കിയതിനും ദൃശ്യങ്ങളും വാർത്തയും പുറത്തുപോയതിനും നിലവിൽ 4 പേര് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 4-ൽ 2 പേർ കെ സുധാകരനൊപ്പം നിൽക്കുന്നവരും ഒരാൾ VD സതീശന്റെ ഗ്രൂപ്പും മറ്റൊരാൾ KC വേണുഗോപാൽ പക്ഷവുമാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വം ആരെ കൊള്ളും ആരെ തള്ളുമെന്നുള്ള ആശയക്കുഴപ്പത്തിലുമാണ്. റിപ്പോർട്ടർ, കോട്ടയം.